അഞ്ചാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഈ വർഷം മുതൽ പുതിയ രീതിയിലുള്ള ചോദ്യപേപ്പറാണ് ഇറങ്ങുന്നത്. നമ്മുടെ ഹൈസ്കൂളുകാരുടെ ഹൈസ്കൂളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള UP കുട്ടികളുടെ സംസ്കൃത പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചോദ്യപേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ചോദ്യപേപ്പറിൽ തന്നെ ഉത്തരങ്ങൾ എഴുതുന്ന രീതിയിലാണ് ചോദ്യപേപ്പർ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത് നോക്കൂ. ശ്ലോകം പഠിത്വ ഉചിത ആശയം ചിത്വ ലിഖതു. ശ്ലോകം വായിച്ച് ഉചിതമായ ആശയം എടുത്തെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ശ്ലോകം? യസ്യ മിത്രേണ സംഭാഷ യസ്യ മിത്രേണ സംസ്ഥിതി മിത്രേണ സഹ യോ ഭുങ്ക്തേ തതോ നാസ്തീഹ പുണ്യവാൻ. എന്താണ് ഇതിൻ്റെ ആശയം? കൂട്ടുകാരോടൊപ്പം നല്ല രീതിയിൽ ഇരിക്കുന്നവനോളം പുണ്യവാനായിട്ടുള്ള ആള് ഇല്ല തന്നെ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ആശയം രണ്ട് വായിച്ചു നോക്കൂ. ഇതിലേതാണ് വരിക? ജീവനെ ഭക്ഷണം അത്യന്താപേക്ഷിതം ഭവതി. അതാണോ ആശയം? അല്ല. യസ്യ മിത്രേണ സഹ സദാ സംസ്ഥിതി അസ്തി സഹ പുണ്യവാൻ അല്ലേ. ഈ ഒരു വരിയാണ് ആശയമായിട്ട് വരിക. അത് മുകളിലേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, അതിൽ തന്നെ രണ്ടാമത്തെ ഖ എന്ന പ്രവർത്തനം നോക്കൂ. മികൗത്സവ ആഗച്ഛതി ഛാത്രാഹ തുഷ്യന്തി. എന്താണ്? മികൗത്സവം വരുന്നു, കുട്ടികൾ സന്തോഷിക്കുന്നു. അപ്പോൾ അതിന് ഉദാഹരണം തന്നിട്ടുണ്ട്. യഥാ മികവുത്സവ ആഗച്ഛതി തഥാ ഛാത്രാഹ തുഷ്യന്തി. എപ്പോഴാണോ മികവുത്സവം വരുന്നത് തഥാ ഛാത്രാഹ തുഷ്യന്തി, അപ്പോൾ കുട്ടികൾ സന്തോഷിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാ തഥാ എന്നുള്ള അവ്യയം ഉപയോഗിച്ചുള്ളൊരു പ്രവർത്തനമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ബാലിക ഗായതി സർവേ നൃത്യന്തി എന്നുള്ളത് യഥാ തഥാ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? നമ്മൾ കൂട്ടിച്ചേർക്കണം. എങ്ങനെയാണ് ചേർക്കുക? പറഞ്ഞോളൂ. യഥാ ബാലിക ഗായതി തഥാ സർവേ നൃത്യന്തി. അപ്പോൾ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു മാർക്ക് കിട്ടും. 2 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. മുകളിലും 2 മാർക്കാണ് കിട്ടുക. ഇവിടെ വിഗ്രഹം എഴുതൂ. നോക്കൂ. സ്വസ്യ ജീവിതം എന്നുള്ളത് എന്താണ്? സ്വജീവിതം എന്നതാണ് ഒറ്റ വാക്ക്. അങ്ങനെയാണെങ്കിൽ സ്വസ്യ ഗൃഹം എന്നുള്ളതിൻ്റെ ഒറ്റ വാക്ക് എന്തായിരിക്കും? പറഞ്ഞോളൂ. സ്വഗൃഹം എന്നുള്ളത് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കവിടെ 5 മാർക്കും സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള പ്രവർത്തനമാണ്. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ചിത്രം ദൃഷ്ട്വ കോഷ്ടകാത് ക്രീഡക സംബന്ധാം ക്രീഡാം ചിത്വ പൂരയിതോ. ചിത്രം നോക്കിയിട്ട് കളിക്കാരുമായി ബന്ധപ്പെട്ട കളികൾ എടുത്തെഴുതുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ചിത്രത്തിൽ കുറച്ച് വ്യക്തത കുറവുണ്ട്. നിങ്ങൾക്ക് പക്ഷേ പറഞ്ഞുതരാം. ഇത് PR ശ്രീജേഷാണ്. PR ശ്രീജേഷ് ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഫുട്ബോൾ, ക്രിക്കറ്റ്, ഹോക്കി, ബാഡ്മിൻ്റൺ ഇതിലേതാണെന്ന് പറഞ്ഞോളൂ. എന്താണ്? ഹോക്കിയാണ് അല്ലേ. ഇത് PV സിന്ധു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. PV സിന്ധു ഏത് കളിയിലാണ് നമ്മുടെ ഒളിമ്പിക്സ് മെഡൽ അടക്കം നേടിയിരിക്കുന്നത്? ബാഡ്മിൻ്റൺ. ഓക്കെ, ഇത് MS ധോണിയാണ്. നമുക്കറിയാം അല്ലേ. ആരാണത്? ഏത് കളിയുമായി ബന്ധപ്പെട്ട ആളാണ്? ക്രിക്കറ്റ്. സുനിൽ ഛേത്രിയോ? ഫുട്ബോൾ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 4 മാർക്കുകളും അവിടെ കിട്ടും. അടുത്ത് നോക്കൂ. കൈരളി ഭാഷായം പ്രഥമം ചലച്ചിത്രം കിം. കൈരളി ഭാഷ, മലയാള ഭാഷയിലെ ഏറ്റവും ആദ്യത്തെ ചിത്രം ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? JC ഡാനിയലാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത വിഗതകുമാരനാണ് നമ്മുടെ ആദ്യത്തെ മലയാള ചിത്രം, മലയാളത്തിലെ ആദ്യത്തെ ചിത്രം. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ ചിത്രം. അപ്പോൾ ധ്വനി എന്ന് പറയുന്നത് നമുക്കറിയാം, യൂസഫ് അലി കേച്ചേരിയുമായി ബന്ധപ്പെട്ട ഒരു സിനിമ ഗാനരചയിതാവായി ധ്വനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 തന്നിരിക്കുന്നത്. ബാക്കി 2 നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ വിഗതകുമാരൻ എന്നതാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് പ്രവർത്തനം 3. ആരോഗ്യായ ഉചിതം കിം അനുചിതം കിം ഇതി സൂചനാനുസാരം ലിഖതു. ആരോഗ്യത്തിന് വേണ്ടി ഏത് ഉചിതം ഏത് അനുചിതം എന്നത് എടുത്തെഴുതുക. എന്താ ഉചിതം? നല്ലത്. നമ്മളവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, തംസ് അപ്പ്. അനുചിതം ഉചിതമല്ലാത്തത്. ഓക്കെ. അപ്പോൾ നോക്കൂ, അവിടെ ശുദ്ധജലം, മലിനജലം എന്നുള്ളത് ഉദാഹരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ വാക്ക് ആലസ്യം. എന്താണ് ആലസ്യം എന്ന് പറഞ്ഞാൽ? ആലസ്യം, അലസത എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മടി. അതെന്താണ്? ആരോഗ്യത്തിന് നല്ലതാണോ? അല്ല, അനുചിതമാണ് അല്ലേ. അനുചിതത്തിലേക്ക് എടുത്തിരുന്നു. ശുചിത്വം എന്താണ്? ഉചിതമാണ്, വൃത്തി. സ്നാനം, കുളി നല്ലതാണോ? അതെ, സ്നാനം എടുത്ത് എഴുതി കഴിഞ്ഞു. മലിനവായു, മലിനമായ വായു നല്ലതാണോ? ആരോഗ്യത്തിന്? അല്ല, അനുചിതമാണ്, അത് എഴുതുന്നു. അമിത ഭക്ഷണം നല്ലതാണോ? കുറേ കഴിക്കുക? അല്ല, അമിതമായ ഭക്ഷണം മിതം ഹിതം ച ഭക്ഷണം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കഴിക്കേണ്ടത്. അമിത ഭക്ഷണം അനുചിതമാണ്. മലിനജലമോ?
അനുചിതമാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ശുദ്ധജലം ഉചിതമാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ 3, 2, 5 മാർക്ക് നമുക്കവിടെ കിട്ടും. അടുത്ത് നോക്കൂ 4A. ഇപ്പോൾ പുതിയ മോഡൽ വരുന്ന പ്രവർത്തനത്തിൽ വരുന്നൊരു ഇതാണ് എ. 2 ഓപ്ഷൻ നൽകിയിരിക്കുന്ന ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കുക. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ചെയ്താൽ മതിയാവും, എ അല്ലെങ്കിൽ ബി മാത്രം ചെയ്താൽ മതിയാവും. നമുക്ക് നോക്കാം. ആദിശങ്കരാചാര്യ ഇത് ചലച്ചിത്രം അധികൃത്യ ഉചിതാഹ പ്രസ്താവനാഹ ചിത്വാ ലിഖതു. ആദിശങ്കരാചാര്യൻ എന്ന ചലച്ചിത്രത്തെ പറ്റിയുള്ള ഉചിതമായ പ്രസ്താവനകൾ എന്ത് ചെയ്യുക, എടുത്ത് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ആദിശങ്കരാചാര്യ എന്ന ചലച്ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സംസ്കൃത ചലച്ചിത്രം ഭവതി. ആദിശങ്കരാചാര്യ എന്താണ്? ആദ്യത്തെ സംസ്കൃത ചലച്ചിത്രമാണ് അല്ലേ? അപ്പോൾ അതെന്ത് തന്നെയാണ്? സംസ്കൃത ചലച്ചിത്രമാണ്. ശ്രീനാരായണ ഗുരുദേവസ്യ ജീവനചരിതം ഭവതി. അത് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവനചരിത്രമാണ്, ജീവചരിത്രമാണ് പറയുന്നത്. ആയിരിക്കുമോ? അല്ല. കാരണം സിനിമയുടെ പേരെന്താണ്? ആദിശങ്കരാചാര്യ എന്നുള്ളതാണ്. അപ്പോൾ ആദിശങ്കരാചാര്യൻ എന്ന പേര് വെച്ചിട്ട് ശ്രീനാരായണ ഗുരുദേവന്റെ കഥ പറയുമോ? ഇല്ല. ആരുടെ കഥയായിരിക്കും അത്? ശങ്കരാചാര്യരുടെ കഥ തന്നെയാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ അതെന്തല്ല, ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രമല്ല. അപ്പോൾ 2 തെറ്റാണ്. നിദേശകഃ GV അയ്യർ ഭവതി. ആദ്യത്തെ സംസ്കൃത ചലച്ചിത്രത്തിൻ്റെ ഡയറക്ടർ GV അയ്യരാണ്. ശരിയാണോ? അതെ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി? 1, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ ആ ഉത്തരം വരുന്ന ഏതാണ്? ആദ്യം തന്നെ കിടക്കുന്നുണ്ട് അല്ലേ? 1, 3 ഉചിതം. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. ഓക്കെ. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. സംസ്കൃതോത്സവ പത്രികായാം വാസരാണാം നാമാനി യോജയതു. എന്ത് ചെയ്യണം? സംസ്കൃതോത്സവത്തിൻ്റെ ഒരു കാര്യക്രമത്തിൽ, പരിപാടിയിൽ ആഴ്ചകളുടെ പേര് എഴുതൂ. അപ്പോൾ ഇവിടെ ആദ്യം തന്നിട്ടുണ്ട്, എന്താണ് തന്നിരിക്കുന്നത്? സോമവാസരഹ അല്ലേ? എന്താണ് സോമവാസരഹ? തിങ്കളാഴ്ച. അപ്പോൾ ബാക്കി അടുത്ത ആഴ്ചകൾ പറയൂ ഇതിൽ. രണ്ടാമത്തെ ആഴ്ച എന്താണ്? സോമവാസരഹ കഴിഞ്ഞാൽ മംഗളവാസരഹ, ബുധവാസരഹ, ഗുരുവാസരഹ, ശുക്രവാസരഹ, ശനിവാസരഹ. ഈ ഒരു രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അടുത്ത് നോക്കൂ, ബി. 4 ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ബി ചെയ്യാം. അധോദത്താം പ്രസ്താവന പഠിത്ത ഉചിത പ്രസ്താവനാനാം ഗണം ചിനോത്തു. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉചിതമായ ഗ്രൂപ്പ് ഉത്തരം തിരഞ്ഞെടുക്കുക. യൂസഫ് അലി കേച്ചേരി സംസ്കൃത ചലച്ചിത്ര ഗാനരചയിത ഭവതി. എന്താണ്? യൂസഫ് അലി കേച്ചേരി സംസ്കൃത ഗാനരചയിതാവാണ്. ശരിയാണോ? കാരണമോ? സംസ്കൃത ചലച്ചിത്രേഷു സംസ്കൃത ഗാനം രചയത്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ചലച്ചിത്രങ്ങളിൽ സംസ്കൃത ഗാനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ കാരണവും പ്രസ്താവനയും ശരിയല്ലേ? അപ്പോൾ പ്രസ്താവന സാധു, കാരണം സാധു. അപ്പോൾ ആ രീതിയിൽ വരുന്ന ഏതാണ്? പ്രസ്താവന സാധു, കാരണം അസാധു. തെറ്റാണ്. പ്രസ്താവന കാരണം ച അസാധു. പ്രസ്താവനയും കാരണവും തെറ്റാണ്. പ്രസ്താവന അസാധു, കാരണം സാധു. പ്രസ്താവന തെറ്റ്, കാരണം ശരി. പ്രസ്താവന കാരണം ച സാധു. പ്രസ്താവനയും കാരണവും ശരി എന്നുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇത് കൃത്യമായി വായിച്ചു നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉത്തരം തിരഞ്ഞെടുക്കാവൂ. ഈ അസാധു സാധു തമ്മിലൊരു എന്ന അക്ഷരത്തിൻ്റെ മാത്രമേ മാറ്റുള്ളൂ. അതുകൊണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ മാർക്ക് പോകും. ഓക്കെ. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ദിനദർശികാം ദൃഷ്ടുവ സംഭാഷണം പൂരയിതു. ദിനദർശിക നോക്കിയിട്ട് സംഭാഷണം പൂരിപ്പിക്കാൻ. ഇവിടെ ആഴ്ചകളുടെ പേര് നൽകിയിട്ടുണ്ട്. നോക്കൂ, നമുക്ക് മുകളിലെ പ്രവർത്തനത്തിൽ ആഴ്ചകളുടെ പേര് കിട്ടിയിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? ഇവിടെ നിന്ന് തന്നെ നോക്കാമായിരുന്നു. ഓക്കെ. ഛാത്രാഹ ഡാഷ് മഹോദയ. ഇതിലേതാ വരിക? ജൂൺ 21, ജൂൺ 5, ജൂൺ 19. ധന്യവാദ, നമസ്തേ. ഏതാ വരിക? ഒരു സംഭാഷണം ആരംഭിക്കുമ്പോൾ നമസ്തേ മഹോദയ അല്ലേ? ഓക്കെ. അപ്പോൾ എന്ത് പറഞ്ഞു? നമസ്തേ സുപ്രഭാതം എന്ന് പറഞ്ഞു. നമസ്തേ സുപ്രഭാതം. ജൂൺ മാസസ്യ കാനിജന വൈശിഷ്ട്യാനി ജാനന്തി വാ. എന്താണ് ജൂൺ മാസത്തിൻ്റെ പ്രത്യേകതയൊക്കെ അറിയാമോ? അപ്പോൾ അറിയാം. പരിസ്ഥിതി ദിനം ജൂൺ. പരിസ്ഥിതി ദിനം എപ്പോഴാണ്? ജൂൺ 5-നാണ് അല്ലേ? ഇവിടെ അടിവരായിട്ടുണ്ട്. നോക്കൂ, ജൂൺ 5. വാചന ദിനമോ വായനാ ദിനം എപ്പോഴാണ് നമ്മൾ ആചരിക്കുക? ജൂൺ 19. യോഗാ ദിനം കഥാ ഭവതി. യോഗാ ദിനം എപ്പോഴാണ്? യോഗാ ദിനം ഇതിൽ അടിവരയിട്ട് ഒറ്റ വാക്കുകൾ ഏതാണ്? 21. അവിടെ സംസ്കൃതത്തിലും കൊടുത്തിട്ടുണ്ട്. അത് വരയ്ക്കുക അല്ലെ, അത് എഴുതുക. അതോടുകൂടി അത് തീർന്നു. ഉത്തമം സർവമപി സമുചിത രീതി ആചരാമഹ. എല്ലാം നമുക്ക് നല്ല രീതിയിൽ ആചരിക്കുക എന്ന് പറയുമ്പോൾ കുട്ടികൾ ആചരാമഹ നമുക്ക് ആചരിക്കാം. ഓക്കെ. ഉദാഹരണാനുസാരം വാക്യം ചെയ്തു. ഉദാഹരണം അനുസരിച്ച് വാക്യം എഴുതുക. നമ്മുടെ യൂസഫ് അലി കേച്ചേരിയുടെ ഒരു പാഠഭാഗത്തിൽ നമ്മൾ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ യൂസഫ് അലി കേച്ചേരി മഹോദയസ്യ പിത, യൂസഫ് അലി കേച്ചേരി മഹോദയസ്യ മാത എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്.
അതേപോലെ നോക്കൂ, ഇവിടെ ONV കുറുപ്പ് മഹോദയസ്യ മാതാ ലക്ഷ്മിക്കുട്ടി അമ്മ ഭവതി എന്ന ഒരു ഉദാഹരണവും നൽകിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി പറയൂ. ONV കുറുപ്പ് മഹോദയസ്യ പിതാ ON കൃഷ്ണക്കുറുപ്പ് ഭവതി. ONV കുറുപ്പ് മഹോദയസ്യ പത്നി സരോജിനി ഭവതി. ONV കുറുപ്പ് മഹോദയസ്യ പ്രവർത്തനമണ്ഡലം കവി ഗാനരചയിത ഭവതി എന്നുകൊണ്ട് എന്ത് ചെയ്യുക, 3 എഴുതാം. ഓക്കെ, അടുത്ത് നോക്കൂ, ചേരുംപടി ചേർക്കുക. കളകാത്ത. കളകാത്ത എന്നുള്ളത് ഏത് സിനിമയിലാണ് ഈ വലതുവശത്ത് കൊടുത്തിരിക്കുന്നത്? അയ്യപ്പനും കോശിയും. അത് എഴുതുക. ചഞ്ചല ചഞ്ചല നയനം എന്നുള്ളതോ, അത് നമ്മുടെ അവസാനത്തെ പാഠഭാഗത്തിലെ അവസാനത്തെ പ്രവർത്തനമാണ്. കല്യാണപ്പന്തൽ എന്നുള്ളതാണ് പ്രവർത്തനം, ആ സിനിമ. ഓക്കെ, അപ്പം അതും എഴുതുക. ബാക്കി സിനിമകളുടെ പാട്ടുകളൊക്കെ ജാനകി ധ്വനിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കൃഷ്ണകൃപാസാഗരം സർഗം എന്ന സിനിമയിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട്. ഇത് 5A ആണ് പ്രവർത്തനം. A ചെയ്യാൻ കഴിയാത്തവർക്ക് B ഉണ്ട്. പ്രിയമാനസം നഞ്ചിയമ്മ. പ്രിയമാനസം എന്താണ്? പ്രിയമാനസം മലയാള ചലച്ചിത്രമാണോ സംസ്കൃത ചലച്ചിത്രമാണോ? എവിടെയും കേട്ടിട്ടുണ്ടോ? പ്രിയമാനസം എന്നുള്ളത് ഉണ്ണായി വാര്യരുടെ ചരിത്രം സംസ്കൃതത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സംസ്കൃത ചലച്ചിത്രമാണ്. അപ്പോൾ സംസ്കൃത ചലച്ചിത്രം എന്നതിലേക്ക് നേരിട്ട് വരയ്ക്കുക. നഞ്ചിയമ്മ ഗായിക നിദേശക. നഞ്ചിയമ്മ ആരാണ്? ഗായിക. പാട്ടുകാരിയാണോ? നിദേശക ഡയറക്ടറാണോ? അറിയാമോ? നഞ്ചിയമ്മ ഡയറക്ടറാണ് അല്ലേ? ആണോ? അല്ല, നഞ്ചിയമ്മ ഗായികയാണ്. ഓക്കെ, അടുത്ത നോക്കൂ. ചിത്രം ദൃഷ്ട്വാ കായിക വിഭാഗേ കതി ക്രീഡകാഹ സന്ധി ഇത് ലിഖതു. ഓരോ കളി ഇത് നോക്കിയിട്ട് എത്ര പേരുണ്ടെന്ന് പറയാം. ഇവിടെ എത്ര പേരുണ്ട് ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ? ദ്വേ എഴുതുക. വോളിബോളിലോ? ത്രീണി ചത്വാരി പഞ്ച ഷഡ് എടുത്ത് എഴുതുക. ക്രിക്കറ്റിലോ? ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ ഏകാദശ. എത്രയാണ്? 11 അല്ലേ? ഓക്കെ, ഉദാഹരണാനുസാരം പദച്ഛേദം ലിഖതു. ഉദാഹരണം അനുസരിച്ച് പദച്ഛേദം എഴുതുക. സത്യമേവ എന്നുള്ളത് സത്യം പ്ലസ് ഏവ എന്നാണെങ്കിൽ മിത്രമേവ എന്നുള്ളതിൻ്റെ എങ്ങനെ പറയാം? പറഞ്ഞോളൂ. മിത്രം പ്ലസ് ഏവ. അവസാനത്തെ പ്രവർത്തനത്തിലേക്ക് എത്തി. ചിത്രം നോക്കി നമ്മൾ പൂരിപ്പിക്കുകയാണ്. ഗജഹ ഡാഷ് ഗജാഹ. പറഞ്ഞോളൂ, അറിയാലോ അല്ലേ? അറിയാത്തവരെന്ത് ചെയ്യണം? തൊട്ട് താഴത്ത് നോക്കൂ, ഹംസൗ എന്ന് കൊടുത്തിട്ടുണ്ട്. ഹംസഹ ഹംസൗ. അപ്പോൾ ഗജഹ ഗജൗ ഗജാഹ. ഹംസഹ ഹംസൗ ഹംസാഹ. ഇവിടെ നിലയൗ നിലയാഹ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എന്താ വരിക? നിലയഹ. അടുത്ത് സമാനാർത്ഥക പദങ്ങളുടെ ഉചിതമായ ഗണം കണ്ടെത്തുക. കൈരളി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞു. കൈരളി ഇവിടെ നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് എവിടെയായിരുന്നു കൈരളി കണ്ടത്? ഓർമ്മയുണ്ടോ? കൈരളി ഭാഷായാം. അപ്പം എന്താ പറഞ്ഞത്? ഇത് മലയാളത്തിലെ എന്നാണ്, മലയാള ഭാഷയിലെ എന്നാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ കൈരളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മലയാളം എന്നുള്ളതാണ്. അപ്പോൾ ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ചോദ്യപേപ്പറിൽ തന്നെ എന്തുണ്ടാവും? ഒളിച്ചിരിക്കുന്നുണ്ടാവും. അത് കണ്ടെത്തണം. കൈരളി മലയാളം. പുത്രഹ എന്ന വാക്കിൻ്റെ അർത്ഥം സുതഹ എന്ന് തന്നെയാണ്. സുതഹ എന്നത് പുത്രൻ്റെ മറ്റൊരു പേരാണ്. മാനവഹ മനുഷ്യൻ, മനുജഹ. ആധുനികഹ പുരാതനഹ. ആധുനികൻ പുരാതനൻ പഴയവൻ. ആധുനികം പുതിയത്, പുരാതനം പഴയതാണ്. അപ്പോൾ ഏതൊക്കെ ശരി? 1, 2, 3 ആണ് ശരി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. ഏതാണ് ശരി? 1, 2, 3 വരുന്ന ഓപ്ഷൻ ഏതാണ്? അതിൽ സി. ആ സി എന്ന ഓപ്ഷൻ എടുത്തെഴുതുക. അതോടുകൂടി ആ പ്രവർത്തനം കഴിഞ്ഞു. വളരെ എളുപ്പമുള്ളൊരു ചോദ്യപേപ്പറാണ്. ഈ മാതൃകയിൽ തന്നെ ഒരു 5 പ്രവർത്തനങ്ങൾ വരുന്നൊരു ചോദ്യപേപ്പർ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതും ഇതിൻ്റെ അടുത്ത് തന്നെ ഇടാം, ഡിസ്ക്രിപ്ഷനിലും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുത്തിയെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുനർമിലാമ.